ജെറുസലേം നഗരം കത്തിച്ച് ഇറാൻ 9 പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു. 26 പേർക്ക് പരിക്കേറ്റെന്നും 4-ലധികം പേരെ കാണാനില്ല എന്ന റിപ്പോർട്ടാണ് ഇസ്രായേലിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ മരണസംഖ്യ ഡസൻ കണക്കിനാണ് എന്ന മറ്റൊരു റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഹൈപ്പർസോണിക് ഫത്ത-2 മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് തലങ്ങും വിലങ്ങും 6 തവണയെങ്കിലും സ്ഫോടനം നടത്തിയത് അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തിയത് എന്ന റിപ്പോർട്ടാണ്. 4 എണ്ണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 6 അതിൽ കൂടുതലോ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭയങ്കരമാണ് എന്നുള്ളതാണ് ആ മേഖലയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. കാര്യം എന്ന് പറയുന്നത് എല്ലാവിധ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ട് ഫത്ത-2 എന്ന് പറയുന്ന മിസൈൽ തീ തുപ്പി മേഖല അപ്പാടെ തീഗോളമായി മാറി 3 ബിൽഡിംഗ് അപ്പാടെ നിലം പൊത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് കണക്ക് കൂട്ടാൻ പറ്റാത്ത വിധം കിലോമീറ്ററുകൾ ദൂരത്തിൽ തന്നെ ഇതിൻ്റെ പ്രകമ്പനം കൊണ്ടിരിക്കുന്നു എന്നത് ഏറെക്കുറെ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒരു ആക്രമണം സ്ഥിരീകരിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് ആക്രമണം നടത്തുന്നതിനേക്കാൾ വലിയ പ്രയാസമാണ് ഇസ്രായേലിനെ കൊണ്ടും അമേരിക്കയെ കൊണ്ടും അത് സമ്മതിപ്പിക്കുക എന്നുള്ളത്. അതവർ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ആ അക്രമം ഭയാനകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വൻ നാശനഷ്ടം ഉണ്ടാകാതിരിക്കുന്ന റിപ്പോർട്ട് ഈ പടിഞ്ഞാറൻ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഭൂഗർഭ കേന്ദ്രം, അതിനോട് ചേർന്നുള്ള ഒരു ഭൂഗർഭ കേന്ദ്രം തകർത്തു. അത് മറ്റൊരു മിസൈലാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നാണ്. പരമാധികാരം നിലനിർത്താൻ ഏതറ്റം വരെ പോകുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി അൽ ജസീറക്ക് നൽകിയ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ആഭ്യന്തര സംഘർഷമുണ്ടാക്കി രാജ്യഭരണം അട്ടിമറിക്കുക എന്നുള്ള മൂഢന്മാരുടെ സ്വർഗത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നിൽക്കുന്നത്. ഇതൊന്നും ഇറാന്റെ മേലെ നേരെ വിലപ്പോവില്ല. ഇറാൻ ഇതിനപ്പുറവും കണ്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനവും ശാന്തിയും പ്രശ്നമില്ലാത്തൊരു സാഹചര്യവുമാണ് ഞങ്ങളെ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. നാളെ നടക്കുന്ന ഈ സമാധാന മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ പ്രശ്ന പരിഹാരത്തിന് സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നതിൻ്റെ തലേദിവസമാണ് ഇവർ ആക്രമണം നടത്തിയത്. അതവർ ചതിയാണ് ചെയ്തത്. തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ചോരക്ക് ഞങ്ങൾ പകരം ചോദിക്കാതിരിക്കില്ല എന്ന വൈകാരികമായിരിക്കുന്ന നിലപാടാണ് അല്ലെങ്കിൽ സമീപനമാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. ഗൾഫ് മേലെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നു, അൽ ജസീറ ചോദിക്കുന്നു, സൗഹൃദ രാജ്യമാണല്ലോ, സഹോദര രാജ്യമാകുന്ന സമയത്ത് അവിടെ എന്തിനാണ് ഇങ്ങനെ ആക്രമണം നടത്തുന്നത് എന്നുള്ളത്. ഞങ്ങൾ ആ രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ളത് ആ രാജ്യത്തെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല. പകരം ഞങ്ങൾ ചെയ്യുന്നത് അമേരിക്കയുടെ സൈനിക ബേസാണ്. ഇപ്പോൾ അമേരിക്കയുടെ സൈനിക ബേസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അമേരിക്കയെക്കുറിച്ചും അവരുടെ സ്വഭാവ രീതിയെക്കുറിച്ചും തീരെ അറിയാത്തവരാണ് അറബ് രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ തെറ്റായിരിക്കുന്ന നിലപാടുകൾ എടുക്കുകയും വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ സൈനിക എയർബേസ് അടച്ചു പൂട്ടിക്കൊണ്ട് അവർ ജനനിബിഡമായി പ്രദേശത്ത് ഒളിച്ചു കഴിയുകയാണ്. അതുകൊണ്ടാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കുന്നത്. മാത്രവുമല്ല, ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഖത്തറാണെങ്കിലും ഖത്തർ, UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഈ 4 കൃത്യമായിരിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസ് വർഷങ്ങളോളം കരാർ വ്യവസ്ഥയിൽ ഉള്ള ഈ രാജ്യത്തിൻ്റെ അകത്തേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചും പുറത്തേക്ക് പോകുന്ന വിമാനത്തെക്കുറിച്ചും യാതൊരു ഐഡിയയും ഭരിക്കുന്ന ഭരണാധികാരികൾക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങൾ അറിയാതെ പോലും അവർ തങ്ങളെ ആക്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു വിമാനം ഉയരുന്നത് എങ്ങോട്ടാണെന്ന് അറിയുന്നില്ലെങ്കിൽ പിന്നെ അവർ ഏത് രീതിയിലേക്കും അത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്ന ചോദ്യത്തിന് അൽ ജസീറക്ക് മറുപടി പോലും പറയാനുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ എയർബേസ് അടക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ജനങ്ങൾക്കിടയിൽ താമസിക്കുക. ഈ പ്രവർത്തനം അവിടെ തുടർന്ന് ഒരുപാട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അത് നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഭീഷണിയാവുന്ന രീതിയിലോ പ്രയാസം ഉണ്ടാകുന്ന രീതിയിലോ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അവരൊരിക്കലും എയർബേസിൽ നിന്ന് ആക്രമിക്കുന്ന പ്രവൃത്തി ചെയ്യില്ല, മാറി നിൽക്കും. പകരം എന്ത് ചെയ്യും, ഒന്നും അറിയാത്ത തരത്തിൽ സാധാരണ ഒരു വിമാനം മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു എയർപോർട്ടിലേക്ക് പോകുന്ന ലളിതമായിരിക്കുന്ന രീതിയിലൂടെ അവർ പോകും. പക്ഷേ പോകുന്നത് യഥാർത്ഥത്തിൽ മറ്റ് ഏതെങ്കിലും പ്രദേശത്തേക്കല്ല, അത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബദൽ സംവിധാനത്തിനാണ്, അതുമല്ലെങ്കിൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് അവർക്ക് അറിയാതെ പോകുന്നു. ഇത് പല പ്രാവശ്യമായിട്ട് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മൂന്ന് പ്രാവശ്യം ഉച്ചകോടി സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടത്തിയ സമയത്ത് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തേക്ക് വരുന്ന മറ്റ് വിദേശ രാജ്യങ്ങളുടെ വിമാനത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിക്കണം. വരുന്നത് എവിടെ നിന്ന്, പോകുന്നത് എവിടെ നിന്ന്, വിമാനത്തിനകത്ത് എന്തുകൊണ്ട്, കൊണ്ടുപോകുന്ന
സമയത്ത് എന്തുണ്ട്, ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് നിങ്ങൾക്കെതിരെ നടപടി കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ പോകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു. നിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. അമേരിക്കയാണ് ആ പ്രവർത്തിച്ചത്. അത് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. പേര് ഇസ്രായേലിൻ്റെ തലയിൽ കെട്ടിവെച്ചു. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള റഡാർ സംവിധാനം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അത് പിടിക്കാതെ പോയി? എന്തുകൊണ്ട് അതിനെതിരെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിഷേധിക്കാതെയും പോയി? അപ്പോൾ കൂട്ടുകച്ചവടമാണ് ഇസ്രായേലും അമേരിക്കയും നടത്തുന്നത്. അത് നിങ്ങൾ തിരിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ തങ്ങൾ ആക്രമിക്കുന്നത് അവിടെ ഈ സാധാരണക്കാരായിരിക്കുന്ന ഗൾഫ് രാജ്യത്തുള്ള ഈ തൊഴിലാളികളെയോ ആ രാജ്യത്തിലെ പൗരന്മാരെയോ അല്ല. ഞങ്ങൾ ആക്രമിക്കുന്നത് ജനങ്ങൾക്കിടയിലൂടെ അവർ ഒളിച്ചു താമസിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഭരണകൂടം. അവർക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പ്രവൃത്തി ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഹൈപ്പർസോണിക്കിൻ്റെ മിസൈൽ കൊണ്ടുള്ള അതായത് ഫത്ത-2 അതികഠിനമാണ്, കഠോരമാണ്, വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം അമേരിക്കയോ ഇസ്രായേലിൻ്റെ അയൺ ഡോമിനോ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിലോ ഒന്നും സാധിക്കാത്ത വിധമാണ് അതിൻ്റെ നിർമ്മിതി. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്ന അയൺ ഡോമിൻ്റെ സാങ്കേതിക വിദ്യ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ശക്തമാണ് എന്ന് കൃത്യമായ രീതിയിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെയും പ്രതിരോധിക്കാൻ പാകത്തിലാണ് ഇതിൻ്റെ നിർമ്മിതികൾ തന്നെ തങ്ങൾ ആരംഭിച്ചത്. പിന്നെ എങ്ങനെയാണ് അയൺ ഡോമിനെ തകർക്കാൻ വേണ്ടി സാധിക്കുക? അമേരിക്കയുടെ ഏത് രീതിയിലുള്ള പ്രതിരോധ സംവിധാനം കൊണ്ടുവന്നാൽ അതിനെപ്പോലും തകർക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു. 9 മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചു. 26 പേർക്ക് പരിക്കേറ്റത് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. 4 അതിൽ കൂടുതൽ ആളെ കാണുന്നില്ല എന്ന് പറയപ്പെട്ടു. വളരെ എമർജൻസി ആയിട്ടാണ് ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ചില ആൾക്കാർ ഹെലികോപ്റ്ററാണ് എത്തിച്ചത് എന്ന റിപ്പോർട്ട് പോലും പുറത്തു വരുന്നു. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവിടെ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ നാശങ്ങളും അതിൻ്റെ നഷ്ടങ്ങളും ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും കൂട്ടുകച്ചവടക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിലിപ്പോൾ ഭയങ്കരമായ ഭീഷണിപ്പെടുത്തുന്ന രീതികളൊന്നും ഉണ്ടായിട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയമല്ല. യുദ്ധം അവർ ഇഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു. മരണം അവർ രക്തസാക്ഷിത്വമായിട്ട് എഴുതി തള്ളുന്നു. പിന്നെ അവർക്ക് എന്താണ് പ്രശ്നം? മരിക്കാൻ തയ്യാറായ ഒരു വിഭാഗത്തിന് മുമ്പിൽ എത്ര വലിയ ശക്തിയുള്ള ആയുധങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. അതിനെ പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും അവർക്ക് സാധിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. തങ്ങളിൽ യുദ്ധം തുടങ്ങിയെന്ന് പറയുന്ന സമയത്ത് തങ്ങൾക്കൊരു വിശ്രമമില്ലെന്നും ഓരോരോ ഏരിയയും ഓരോരോ ഭാഗങ്ങളും ഓരോരോ നേതൃത്വത്തിനും ഓരോരോ സംവിധാനത്തിനും തങ്ങൾ കൃത്യത ചെയ്തിരിക്കുന്നു. തങ്ങൾ സൈനികരെ ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓരോരോ ഏരിയ ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ഇറാൻ്റെ സൈനിക മേധാവികളുടെയോ ബന്ധപ്പെട്ടവരുടെയോ അനുവാദം ആവശ്യമില്ലാത്ത തരത്തിലാണ് അതിൻ്റെ ക്രമീകരണം നടത്തിയത് എന്നുകൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ പോലും തങ്ങളെ തോൽപ്പിച്ച് നിർത്തുക എന്നുള്ളത് സ്വപ്ന സഞ്ചാരം നടത്തുന്നവർക്ക് മാത്രം താല്പര്യമുള്ള കാര്യം പോലെ അത് അവസാനിക്കുമെന്നല്ലാതെ ഒരിക്കൽ പോലും തങ്ങൾ കീഴടങ്ങുകയോ തങ്ങൾ പരാജയപ്പെടുകയോ നിങ്ങൾക്ക് നേരെ ആക്രമണം നടത്താതിരിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ള വളരെ കൃത്യമായിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി ഇറാൻ്റെ ഭാഗത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.